ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേറിട്ട രുചിയിലേക്ക് സ്വാഗതം. കപ്പലണ്ടി മിഠായി എല്ലാവർക്കും ഇഷ്ടമല്ലേ? പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് ഈ കപ്പലണ്ടി മിഠായി. ഇത് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ വറുത്ത കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. ഇപ്പോൾ വറുത്ത കപ്പലണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ പച്ച കപ്പലണ്ടി വറുത്തെടുത്താലും മതി. ഇവിടെ ഞാനിപ്പോൾ കപ്പലണ്ടിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. 240 ml മെഷറിംഗ് കപ്പ് 2 കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചീകി എടുത്തതിന് ശേഷം ഇതിൻ്റെ അളവ് പറയാം. ആ ഒരു കട്ട ശർക്കര മുഴുവനും ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പാണ് എനിക്ക് വന്നിട്ടുള്ളത്. അളവ് പറയുകയാണെങ്കിൽ 360 ഗ്രാം വന്നിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ശർക്കര ഒന്ന് പാനി കാച്ചി എടുക്കണം. കല്ലും മണ്ണും ഒക്കെ അരിച്ച് കളയുന്നതിന് വേണ്ടിയാണ്. 2 ടീസ്പൂൺ ഓയിൽ കൂടി എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ഇനി ശർക്കര ഒന്ന് പാനി കാച്ചി എടുക്കണം. എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം പാനി കാച്ചി എടുക്കാം. ഇനി അടുപ്പിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ ശർക്കരയ്ക്കകത്തുള്ള കല്ലും മണ്ണും ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പാനി കാച്ചി അരിച്ചെടുക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് വേണം കപ്പലണ്ടി മിഠായി ഉണ്ടാക്കി തുടങ്ങാൻ. ഇവിടെ ഞാനിപ്പോൾ അലൂമിനിയം ഫോയിൽ പേപ്പറും ഒരു ചപ്പാത്തിയുടെ റോളറും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം എണ്ണ തൂകിയ ശേഷം നന്നായി തടവി കൊടുക്കുന്നുണ്ട്. അലൂമിനിയം ഫോയിൽ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലോ എണ്ണ തടവി എടുത്താൽ മതി. ഇനി കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആണ്. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പതയൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരുന്നുണ്ട്. ശർക്കര പാനി കുറുക്കിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശർക്കര പാനി റെഡി ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണിത്. ഒരു ചെറിയ ബൗളിലേക്ക് ഒരല്പം വെള്ളം എടുത്ത് ഇതിലേക്ക് ശർക്കര പാനി ഒരല്പം ഒഴിച്ചു കൊടുക്കണം. ഒരല്പം ഒഴിച്ചാൽ മതി. ഇനി ഇത് കയ്യിലെടുത്ത് ഒരു ബോൾ പോലെ ഒന്ന് ഉരുട്ടി നോക്കണം. ഇത് ബോൾ പോലെ ഉരുണ്ട് വരും. ഒരു സോഫ്റ്റ് ബോളായിട്ടുണ്ട്. ഇത് നമ്മൾ വായിലിട്ട് ചവയ്ക്കുകയാണെങ്കിൽ പല്ലിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയല്ല വേണ്ടത്. ഒരല്പം കൂടി കുറുകി വരണം. ഒരു 50 സെക്കൻഡ് കൂടി ലോ ഫ്ലെയിമിൽ കുറുക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഒന്നുകൂടി ഒന്ന് ടൈറ്റായിട്ടുണ്ട്. ശർക്കരപ്പാനി റെഡിയായോ എന്ന് ഒന്നുകൂടി നോക്കാം. വെള്ളത്തിലേക്ക് ഒരല്പം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒഴിച്ച ഉടൻ തന്നെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഒരു ബോളിൻ്റെ പരുവത്തിലല്ല. ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കാണിക്കാം. നല്ല സൗണ്ട് കേൾക്കും. ആ ഒരു പരുവം മതിയാവും. ഈ ഒരു പരുവം മതിയാവും. ഇനി ഇതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് കട്ടിയായി പോവും. ഇതിലേക്ക് കപ്പലണ്ടി കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. കപ്പലണ്ടിയുടെ എല്ലാ ഭാഗത്തും ശർക്കരപ്പാനി നന്നായി എത്തണം. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കപ്പലണ്ടി മിക്സ് ചെയ്യുമ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുകയും വേണം, അല്ലെങ്കിൽ ഇത് കട്ടിയായി പോവും. മിക്സ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ അലുമിനിയം ഫോയിൽ പേപ്പറിലിട്ട് റോളർ ഉപയോഗിച്ച് ഉരുട്ടിയെടുക്കാം.
ഇനി നമുക്ക് വേണ്ടുന്ന ഷേപ്പിൽ മുറിച്ച് കൊടുക്കണം. കട്ടിയായാൽ പിന്നെ മുറിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോഴേ തന്നെ മുറിച്ച് കൊടുക്കുന്നത്. മുറിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ്, എന്നിരുന്നാലും ചെറിയൊരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തണുക്കുമ്പോൾ ഒടിച്ചൊടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1-2 മണിക്കൂർ തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം ഞാനിത് ഇളക്കി കാണിക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയെടുത്ത് കാണിക്കാം. ഇപ്പോൾ കപ്പലണ്ടി മിഠായി നന്നായി കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒടിച്ചെടുക്കാം. കപ്പലണ്ടി പാനി കുറുക്കിയെടുക്കുന്ന ആ ഒരു പരുവം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല ക്രിസ്പിനെസ് ആകുന്ന ആ ഒരു പരുവത്തിൽ മാത്രമേ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാവൂ. അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പലണ്ടി മിഠായി ഉണ്ടാക്കിയെടുക്കാം. ഈ കപ്പലണ്ടി മിഠായി നല്ല കട്ടിയോട് കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇവ ഒടിച്ചെടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം നല്ല ക്രിസ്പിനെസ് ആണ്. എത്ര എളുപ്പത്തിലാണ് നമ്മൾ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കിയെടുത്തത്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള കപ്പലണ്ടി മിഠായി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളും കൂടി പ്രസ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.